നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്തുവായിരുന്നു? ഇല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുഖ്യമന്ത്രി ഞാൻ ആദ്യം കാണുന്ന ഒരിക്കൽ ട്രെയിനേ വെച്ചാണ്. അത് വളരെ വാമായിട്ടുള്ള പ്രതികരണമായിരുന്നു. ഇന്നലെ ഈ നേഴ്സിംഗ് സമരം തുടരുകയാണ്. അതിനകത്ത് ഈ ഭയങ്കര തെറ്റിദ്ധാരണയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആൾക്കാരെ കൊട്ടേഷൻ എടുത്തിട്ട് പച്ചക്കള്ളങ്ങൾ മറ്റൊരിടത്തെ അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ സമരം ഒത്തുതീർപ്പായ സ്ഥലത്തെ ശമ്പളം എന്താണ് പുറത്തുവിടാത്തത്? എല്ലായിടത്തും ഓരോ സമയത്ത് ഒത്തുതീർപ്പാകുമ്പോൾ പുറത്തു വിടുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇല്ലാത്ത ഒന്നിനെ പുറത്തു വിടുന്നുണ്ട്. പുറത്തു വിടാത്തൊന്നുമല്ല, അങ്ങ് പറയുകയാണ്. അങ്ങനെ കള്ളക്കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ച് ഇവരങ്ങ് എന്തൊക്കെയോ പറഞ്ഞു വരുത്തുകയാണ്. അപ്പം പിന്നെ ഈ തൊഴിൽ വകുപ്പിനൊന്നും ഇത് കൃത്യമായി എന്താണ് സംഭവിക്കുന്നത് ധാരണയില്ല. പുതിയ മന്ത്രിയാണല്ലോ. അതെ, ഇവർ മാത്രമല്ല, ഇവര് ഇതിനകത്ത് ഇടപെടാൻ ഒരു ചെറിയ പേടിയുണ്ടെന്നോ. പേടി മാത്രം, ധാരണക്കുറവുണ്ട്. അപ്പം നമ്മൾ പ്രഷർ ചെയ്തിട്ടാണ് ഇവരൊരു മീറ്റിംഗ് വിളിക്കാന്ന് പറയും. ഈ സമരം നടക്കുന്ന എവിടെയാണ്? ഈ അമലയിലും തൃശ്ശൂരില്ല. മീറ്റിംഗ് വിളിച്ചപ്പോൾ കേരളത്തിലുള്ള സകല യൂണിയനുകളുടെ, അത് BMS മുതൽ HMS മുതൽ AITC INTC മുതൽ CIT മുതൽ സകല യൂണിയൻ പ്രതിനിധികളെയും സകല ആശുപത്രി മാനേജ്മെന്റുകളെയും വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ആവശ്യമില്ലല്ലോ, ഇവിടെ മാത്രമല്ലേ ഉള്ളൂ. സമരം നടത്തുന്നത് UN വിളിക്കുന്നത് UNAയും അവിടുത്തെ ആശുപത്രി പ്രതിനിധികളാണ്. അതിനകത്ത് 28 പേരെ വിളിച്ചതിൻ്റെ അകത്ത് UNAയുടെ പ്രതിനിധി ഒരാൾ. ബാക്കി അതായത് ഇവർക്കിതൊന്നും. പിന്നെ അവസാനം ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടാണ് UNAയുടെ പ്രതിനിധിയുടെ എണ്ണം കൂട്ടി. പക്ഷെ അപ്പോഴും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകത്തില്ല. കാരണം എല്ലാവരും വിളിക്കുക. ഒന്നാമത്തെ കാര്യം, ഉദ്യോഗസ്ഥന്മാർ ഇത് മനഃപൂർവ്വം ഉഴപ്പമെന്നാണ് ഇത്. അത് ഒരു ഘടകമാണ്. മാത്രമല്ല, ഈ പറയാൻ വരുന്ന കാര്യം ചെതറിപ്പോവും. അവിടെയാണ് പ്രശ്നം. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ അപ്പോൾ എന്തായാലും ഡേറ്റായി എന്തെങ്കിലും ചെയ്യണമല്ലോ, വിളിച്ചാണല്ലോ. ഇന്നലെ ഞങ്ങൾ അതുകൊണ്ട് ആരോഗ്യമന്ത്രിയെ പോയി കണ്ട് ആരോഗ്യമന്ത്രിയോടൊന്ന് സംസാരിക്കാം എന്നോർത്ത് ചെന്നു. അദ്ദേഹം 5:30 വരാൻ പറഞ്ഞു. പക്ഷേ അന്നേരം നിയമസഭ വൈകിപ്പോയി. ഇന്നലെ ഞങ്ങൾ നിയമസഭ പോയിരുന്നു. ഞങ്ങൾ ഇന്നലെ പോയി. ഞാനും രമേശും കൂടി ഇന്നലെ പോയി. അപ്പോൾ ഞാൻ ഈ പുതിയ നിയമസഭ വന്നതിന് ശേഷം ആദ്യമായിട്ട് കയറും. അതിന് മുമ്പ് പഴയ നിയമസഭയിൽ പോയിട്ടുണ്ട്, പുതിയ നിയമസഭ. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ജി സുധാകരൻ പ്രസംഗിക്കുക. ജി സുധാകരൻ പ്രസംഗിക്കുന്നതിനകത്ത് മൊത്തം പിണറായിക്കിട്ടുള്ള തട്ട. അതായത് പൊതുമരാമത്ത് വിചാരിച്ചെങ്കിൽ മാത്രമേ ഭരണം കിട്ടൂ എന്നാണ് പുള്ളി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പൊതുമരാമത്ത് മന്ത്രിയുടെ പെർഫോമൻസ് പോലിരിക്കും അടുത്ത തവണത്തെ ഭരണം കിട്ടുന്നത്. റോഡും പാലവും കുളമൊക്കെ ശരിയായിട്ട് പോകണം. 2016 മിനിസ്ട്രിയിൽ ഏറ്റവും നല്ല പൊതുമരാമത്തായിരുന്നു. പക്ഷേ പിണറായി വിജയൻ മാത്രം സമ്മതിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി തുടങ്ങിയിട്ട്, മുസ്ലിം ലീഗ് വളരെ സാമൂഹിക സേവനങ്ങൾ ചെയ്യുന്ന വളരെ സമൂഹത്തിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടിയാണ്. അവർ വർഗീയ കക്ഷിയാണെന്ന് ആരാ പറഞ്ഞേ? ആരാണ് അവരെക്കുറിച്ച് അത്ര മോശമായിട്ട് പറയുന്നത്? കാരണം ഈ ഇന്ത്യ വിഭജിക്കരുതെന്ന് ആഗ്രഹിച്ച ആളാണ് മുഹമ്മദ് ഹാജി ജിന്ന. എന്നാൽ ഇവിടുത്തെ മാടമ്പിമാർ, ഇവിടുത്തെ ചില ആൾക്കാരും കാരണമാണ് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി ഇത് വിഭജിക്കേണ്ടി വന്നത്. പുള്ളി ഉദ്ദേശിച്ചത് കോൺഗ്രസിനെയാണ്. എന്നിട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ഈ മുസ്ലിം ലീഗിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്തി അവർക്ക് വേണ്ടി അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. മുസ്ലിം ലീഗ് വളരെ നല്ല പാർട്ടിയാണ്, അവരിവിടെ ഇല്ല, അവർ വർഗീയ പാർട്ടിയല്ല, അവർ വർഗീയ പാർട്ടിയാണെന്ന് ഇവിടെ ചിലർ പറയുന്നുണ്ട്, അവരില്ലായിരുന്നെങ്കിൽ ഈ നാടിൻ്റെ ഗതി എന്താകുമായിരുന്നു, എന്ത് നല്ല പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി കത്തിക്കയറി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം മഹേഷ് പ്രസംഗിക്കുന്നത്. സി ആർ മഹേഷ് നല്ല കുറിക്ക് കൊള്ളുന്ന രീതിയിലാണ്. അതായത് PM ശ്രീയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ PM ശ്രീ എന്ന് പറയുന്ന ഒരു ഈ കഥകിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് വിടവിൻ്റെ ഇടയിൽ കൊണ്ട് കൈ കുടുങ്ങിയിരിക്കുകയാണ്. അത് ആദ്യം കുരുങ്ങിയത് ഇവരുടെയാണ്, CPMൻ്റെ. അപ്പോൾ അത് ഞങ്ങൾ എങ്ങനെയും ഇങ്ങനെ വലിയ കുഴപ്പമില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ നിൽക്കുക, ഞങ്ങൾ വലിയ കുഴപ്പമില്ല, ഇതിനിടയ്ക്ക് കൂടെ വലിച്ചു കൂരാൻ ശ്രമിക്കുക, അതിനിടയ്ക്ക് കയറി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. അതിനുശേഷം പുള്ളി പറഞ്ഞത് ഈ തൂഫാനെക്കുറിച്ച്, ഓപ്പറേഷൻ തൂഫാൻ. അത് രമേശ് ചെന്നിത്തല വളരെ സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് നെല്ല് പത്തായത്തുണ്ട്, പത്തനാപുരത്തു നിന്നും എലി വരുമെന്ന് പറഞ്ഞ പോലെയാണ് രമേശിൻ്റെ തൂഫാൻ എന്ന് പറഞ്ഞാൽ. അത് എവിടെ മയക്ക് വരുന്നുണ്ടോ അവിടെ അദ്ദേഹം എത്തുമെന്നുള്ളത്. പിന്നീട് അതൊക്കെ കഴിഞ്ഞ് നമ്മളിഞ്ഞു പോകുന്നത്. പിന്നെ ഇന്ന് പത്രം വായിക്കുമ്പോൾ അറിയുന്നത്, ഈ പത്തനാപുരത്തെ എലി പരാമർശത്തിൽ ചാമക്കാല കയറി പിടിച്ചു. ആ എലിയെ ഞങ്ങൾ എലിപ്പെട്ടിയിൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം നല്ല രസകരമായിട്ട് ഒരുപാട് സംസാരിച്ചു ഈ മഹേഷ്. എന്താ സംഭവിച്ചാൽ ഇതുകൊണ്ട് മുരളീധരൻ 5:30 എത്തിയില്ല. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് 7:30 മണി കഴിഞ്ഞ് മുരളീധരൻ എത്തുമ്പോൾ അപ്പോഴത്തും തീർന്നിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സംഭവിക്കുന്നത് അവിടെ ഒരു പെരുന്നാളിനുള്ള ആളുണ്ട്. പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും അവിടെ മീറ്റിങ്ങിന് വിളിച്ചിരിക്കുക. 5 മണിക്ക് അവരുടെ മീറ്റിങ്ങും 5:30 ഞങ്ങളുടെ മീറ്റിംഗ് വേണം. അപ്പോൾ ഈ 5 മണിക്ക് മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ വകുപ്പിലെ ഡയറക്ടർ മുതൽ താഴേക്കുള്ള സകലരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു 7:30 ആയപ്പോൾ വന്നപ്പോഴേ ഞാനവിടെ നിൽക്കുന്നത് കൊണ്ടു എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയി ആദ്യം നമ്മളോട് 5 മിനിറ്റ് സംസാരിച്ചു. അപ്പോൾ അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഇറക്കാൻ നേരത്തെ ആരാണ്ട് എന്നോട് ചോദിച്ചു, CM വേളോട് കാണുന്നില്ലെന്ന് ചോദിച്ചു. തൊട്ട് മേളത്തെ നിലയാണ്. അപ്പം ഞാൻ ഇതൊരു CM ഓഫീസിൽ പോയിട്ടില്ല.
അപ്പം നമുക്കെന്നാൽ ഈ സി എമ്മിനെ കൂടെ കണ്ടേക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെല്ലുമ്പം ഇതൊരു കൺഫ്യൂഷനാണ്. കാരണം ഈ സി എമ്മിൻ്റെ ഓഫീസിൻ്റെ ഇതിലേ കയറേണ്ടത് പറഞ്ഞ് നമുക്ക് അതിനകത്ത് വിധത്തിൽ ജനക്കൂട്ടമാണ്. അപ്പം ഞാൻ അതിലേക്ക് കിടന്ന് തത്തി കളിക്കുന്നത് കണ്ടപ്പം ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എന്നെ വന്നിട്ട് സി എമ്മിനെ കാണാനാണ് സാർ, എങ്കിൽ സാർ അവിടെ നിന്നൊരു കാര്യമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ അകത്തോട്ട് കയറ്റി. അകത്ത് കയറുമ്പം ഒരു പെരുന്നാളുള്ള ആൾക്കാർ അകത്തുണ്ട്, വലിയ ഹാള്. അപ്പം സി എമ്മിൻ്റെ ചെയർ നടുക്കാണ്, അത് കാലിയാണ്. റൈറ്റിലും ലെഫ്റ്റിലും സി എം വന്ന് ഇരുന്ന് സംസാരിക്കുന്ന ഓരോ കസേരയും അതിന് ചുറ്റിന് ഇരിക്കാൻ ആളുമുണ്ട്. അപ്പം റൈറ്റിലെ മൂലയിലെ കസേര സി എം ഇരിക്കുന്നു, കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് കൊടുത്ത് മറ്റ് രണ്ടുപേരുമുണ്ട്. സി എം എന്തോ ശ്രദ്ധയോടെ കേൾക്കുന്നു, എഴുതിയെടുക്കുന്നു. അവിടെ ഈ മുൻപിലിരിക്കുന്ന കസേരയിൽ നൂറുകണക്കിന് ആൾക്കാരിരിക്കുന്നു, VIP കളൊക്കെ ഉണ്ട്, അവരിരിപ്പുണ്ട്. ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം, ഞാനാണ് ഒന്നാമത് വയലറ്റ് ഷർട്ടായിട്ടിരുന്നത്, മറ്റേ സാധാരണ ഷർട്ട്. ഇതിനിടയിൽ അദ്ദേഹം തലപൊക്കി നോക്കുന്ന കൂട്ടത്തിൽ കണ്ടു. അപ്പോൾ അവിടുന്ന് ഷാജൻ നിങ്ങൾ അവിടെ പോയിരിക്കൂ, മറ്റേ വശത്ത് കിടപ്പുള്ളൂ, ഞാൻ ഇത് അങ്ങോട്ട് വരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ അഭിമാനമായി. അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ നമ്മളെ മാത്രം അവിടെ ഇരിക്കാൻ പറയും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളുമായിട്ട് കൂട്ടുണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ അതിന് പുള്ളിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, പുള്ളി അപ്പോൾ നേരെ അവിടെ പിടിച്ചിരിക്കും. എന്നിട്ട് ഞാൻ അവിടെ പോയിരിക്കുന്നു. പുള്ളി കൊടിക്കുന്നിൽ സുരേഷിനെ ഡീൽ ചെയ്ത് ഉടൻ തന്നെ എണീറ്റ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു. അന്ന് സംസാരിച്ച് നമ്മുടെ അടുത്ത് വന്നിരുന്നു. ഞാനും ജാസ്മിൻ ഷായും അവരുടെ സുദീപ് എന്ന് പറയുന്ന ദേശീയ സെക്രട്ടറിയും ഇവരുടെ അച്ചു ഇവരുടെ ജില്ലാ പ്രസിഡന്റുണ്ട്. ഞങ്ങൾ ഇത്രയും പേരാണ് ഉള്ളത്. പുള്ളിയോട് ഞങ്ങൾ നേഴ്സിംഗ് കാർഡ് വന്നു. പുള്ളി അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. ഈ വലിയ പ്രശ്നം നൽകുന്ന സഭയാണ്, ഈ സഭയെ അങ്ങനെ അങ്ങോട്ട് തള്ളിക്കളയാൻ വയ്യ. സഭയെ പ്രത്യേകിച്ചും കോൺഗ്രസ് തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിൽ പോലും നിയമപരമായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാ പിന്തുണയും സമരത്തിൻ്റെ ആകെപ്പാടെ നമുക്കുണ്ടായ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടിടത്ത് മാത്രമേ ഇനി സമരം തീരാനുള്ളതും ബാക്കി എവിടെയൊക്കെ സമരം നിന്ന് ഇദ്ദേഹത്തിന് അറിയാം. എല്ലാ കണക്കും അറിയാം. എന്താണ് പ്രശ്നം, എന്തിനാണ് സമരം ചെയ്യുന്നത്, ആരാണ് പിടിവാശി കാണിക്കുന്നത്, അതെല്ലാം അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞു. ഞാനത് കൃത്യമായിട്ട് ഫോൺ ഞാൻ പറഞ്ഞു, ജാസ്മിൻ 10 കൊല്ലമായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്, സമരത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ 10 കൊല്ലമായിട്ട് എന്ന് പറഞ്ഞ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം എന്ന് വെച്ചാൽ അത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി. അപ്പം തന്നെ ഫോട്ടോഗ്രാഫർമാരുണ്ട് ഈ സി എമ്മിൻ്റെ ഓഫീസിൽ, അവരിഷ്ടം പോലെ ഫോട്ടോ എടുത്തു. നമ്മൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അവന്മാർ ഫോട്ടോ അയച്ചു തന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ മാത്രം അങ്ങോട്ട് കയറി പോകുന്ന പോലും പണ്ടൊക്കെ ഭയങ്കര ചടങ്ങല്ലേ. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇപ്പോൾ ആർക്കും എവിടെയും കയറി ചെറിയ അവിടെ പറയണം, കയറിപ്പോം. ഈ പറയണം നിർബന്ധമില്ലേ, പറയണമെന്നാണ് വകുപ്പെങ്കിലും പറയാതെ ആളുകൾ കയറി പോകുന്നുണ്ട്. അതിൽ പണ്ടത്തെ ആ ഒരു നേരത്തെ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ തന്നെ രമേശ് എന്നോട് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ. ഒരു കാരണം പാസ് ഉണ്ടെങ്കിൽ പോലും കയറ്റത്തില്ലായിരുന്നു, അത്ര ബുദ്ധിമുട്ടായിട്ട്. തിരിച്ചേരി വരുമ്പം തിരിച്ചിറങ്ങിയ P. വിജയൻ നമ്മുടെ ക്രമസമാധാന ADGP നല്ല ഒറിജിനൽ യൂണിഫോം ഒക്കെ അരിച്ച് പുള്ളി അഭിമാനത്തോടുകൂടി ചുറ്റിനും ഒരുപാട് പോലീസുകാരൊക്കെ ആയിട്ട് പുള്ളി ലിഫ്റ്റേ കയറി പോകും. കാരണം കുറെ കാലം അനുഭവിച്ചാണല്ലോ. ഇപ്പൊ പുള്ളി ആ പോസ്റ്റിലെത്തിയിട്ട് എന്താ ക്രമസമാധാനപാലനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ബഹളങ്ങളില്ല, ഒന്നിലും അദ്ദേഹം ഇടപെടുന്നില്ലല്ലോ. ഏതാ മറ്റ് പുള്ളി ഇരുന്ന് ഇടപെട്ട പോലെ നാട്ടിലെ കാര്യങ്ങൾ മൊത്തം അയാൾ കയറി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ MR ആയിരുന്ന സമയത്ത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുന്നു, രസകരമായി പോയി. നമ്മുടെ ഇതിനിടയിൽ അൻസിബയായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ചാനൽ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഞാനത് അൻസിബയുടെ ഞാൻ സത്യത്തിൽ ഈ അമ്മയുടെ വിഷയം ഞാൻ അങ്ങനെ അധികം ഫോളോ ചെയ്യാൻ. ഇന്നിപ്പോൾ പത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിഷാദൊക്കെ MA നിഷാദൊക്കെ എന്തോ ഈ ഇവനെ ഇവനെ പരിഹസിച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ടിനി ടോം. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ തലയിൽ എന്തോ കളിമണ്ണാന്ന് എനിക്ക് തോന്നി. ഇപ്പൊ ഇവരെന്തോ ഭയങ്കര സംഭവം അൻസിബ നേടിയെന്നും മറ്റേ ടിനി ടോമിനെ പിടി ജയിലിടുന്നൊക്കെ ധരിക്കുന്നത് അങ്ങനൊന്നുമില്ല. ചെയ്യാൻ പറ്റത്തില്ലെന്ന് പോലീസ് പറഞ്ഞല്ലോ അല്ലേ. പോലീസ് അന്വേഷിച്ചിട്ട് നടപടി ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ കോടതി എടുക്കാൻ പറ്റും, കോടതി അങ്ങനെ പറഞ്ഞു. അപ്പോൾ FIR ഇടും, അത്രേ ഉള്ളൂ. റൈറ്റ് ഓഫ് അവർ വീണ്ടും കോടതി റിപ്പോർട്ട് കൊടുക്കും, ഇതിനകത്ത് ക്രൈം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു കാര്യമില്ല. ഇപ്പൊ ഇവർ വിചാരിക്കുന്ന മാതിരി ടിനി ടോം ജാമ്യമില്ലാ വകുപ്പിൽ പ്രതിയായി ഒളിപ്പോവും. ഒരു ഒളിവിപ്പോക്കും ഇല്ല. ഞാൻ ഇന്ന് രാവിലെയും സംഭവിച്ച ടിനി ടോം ഒളിപ്പോയി തരാൻ വേണ്ടി ഞാൻ വിളിച്ചു. അപ്പൊ ടിനി എറണാകുളത്തുണ്ട്. എവിടെ പോയാൽ ഇതിനകത്ത് ഒരു കഥയുള്ള കാര്യമല്ലേ. ഇതൊക്കെ ചുമ്മാ ഇത് കുറച്ച് പേർക്ക് തള്ളാം എന്നല്ലാതെ അതാണ് സംഭവിക്കുന്നത്. ഇത് ചുമ്മാ ഈ ഒരു വിഷയമേ എല്ലാവരും വിട്ടു. കാരണം സിനിമാക്കാർക്കിടയിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ വില പോയി. സിനിമയോട് തന്നെ ജനത്തിന് താല്പര്യം കുറഞ്ഞു. അപ്പോഴാണ് സിനിമാക്കാർ തമ്മിൽ അടിക്കുന്നത്. എന്നാൽ ഇതിനിടെ നല്ല ചില സിനിമകൾ ഇറങ്ങാറുണ്ട്. ഞാൻ യാദൃച്ഛമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, ചിന്ന ആശയം സിനിമ. ഇന്ദ്രൻസ് അഭിനയിച്ചു. എന്നാ പണം വന്നത്. ഇന്ദ്രൻസും മധുബാലയാണ്. മധുബാല ഒരുപാട് കാലത്തിന് ശേഷം മലയാളത്തിൽ വരികയാണ്. അല്ല, അവര് രണ്ടും ഉള്ളൂ, ബാക്കി ഒരു കഥാപാത്രങ്ങൾ ആ സിനിമയിലില്ല. ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സീനി വന്നു പോകുന്ന കഥാപാത്രങ്ങൾ. കറക്റ്റ് കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. ആ 2 പേരേ ഉള്ളൂ. അത് ഒരു നൈറ്റും ഒരു ഡേയുമേ ഉള്ളൂ ഈ സിനിമയ്ക്കകത്ത്. ആ ഒരു നൈറ്റും ഡേറ്റിലും സംഭവിക്കുന്ന ഒരു ചെറിയ കവിത പോലൊരു സംഭവം ഇച്ചിരി ബോറടിക്കുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയല്ലേ ഉള്ളത് കഥാപാത്രം. പക്ഷെ കഥ അങ്ങോട്ട് രണ്ടാം ഇതിൽ എത്തി. ആദ്യത്തെ ഇത് ചെല്ലുമ്പോൾ നമുക്ക് ശകലം
കാരണം വെച്ചാൽ സംഭാഷണമാണ്, ഇതിനകത്ത് മൊത്തം സംഭാഷണമാണ്. അത് മാത്രമല്ല തമിഴാണ്. മലയാള സിനിമയാണെങ്കിലും തമിഴാ പറയുന്നത്, നായിക തമിഴാണ്, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് തമിഴാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ നായകനും ആ ഇന്ദ്രൻസും ഇടയ്ക്ക് തമിഴാണ് പറയുന്നത്. അപ്പോൾ ഒരു 80% മലയാളം, 20% അല്ല 80% തമിഴും 20%. പക്ഷെ പടം പൂർത്തിയാകുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഫീലാണ്. എന്ന് വെച്ചാൽ നമുക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല, അത്ര മനോഹരമായ പാട്ടും ഭയങ്കര ഒരു ഫീൽ ഉണ്ടാക്കുന്ന സിനിമയാണ്. യാദൃച്ഛിക തിരക്കൊന്ന് മാറാൻ വേണ്ടി പോയി കണ്ടതാണ്. ഇതൊന്നും ആരും അറിയുന്ന പോലെ ഇങ്ങനെ സിനിമ വന്നു. അത് ഇടയ്ക്കൊരു പ്രൊമോഷനൊക്കെ വന്നിരുന്നു. ഇപ്പൊ കാരണം ഇപ്പൊ പ്രൊമോഷൻ എല്ലാം ഈ യൂട്യൂബർമാർ, അതുകൊണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആരും ഇതിൽ കേറാത്തത്. പിന്നെ ഈ മധുബാല വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ മധുബാലയെ പുതുതലമുറയ്ക്ക് അറിയില്ല. മധുബാലയുടെ അഭിനയം ക്ലാസ്, അവർക്ക് ഇന്ദ്രൻസിന് നല്ലതാണ്, പക്ഷെ മധുബാലയുടെ അഭിനയം അവർക്ക് ദേശീയ അവാർഡ് കിട്ടിയ പോലും അത്ഭുതപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു കാര്യം ഉറപ്പാണ്, ഈ സിനിമയ്ക്ക് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സിനിമ തിരക്കഥ, അല്ലെങ്കിൽ തിരക്കഥയല്ല സംവിധാനം എന്നുള്ള അവാർഡ് കിട്ടാനുള്ള സാധ്യത. അത്ര മനോഹരമായിട്ടാണ് ആ സാധനം ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ തിയേറ്ററുകളിൽ വലിയ എല്ലാം ഉണ്ടാക്കും തോന്നുന്നില്ല. പക്ഷെ ആൾ കൂടി വരുന്നുണ്ട്, മൗത്ത് പബ്ലിസിറ്റി വഴി കയറി വരുന്നു. വാരണാസിയിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. വാരണാസിയിൽ അത്രേ ഉള്ളൂ, അതല്ല ഒന്നുമില്ല. ഒരു വാരണാസിയിൽ ഒരാൾ എത്തുന്നു, അവിടെ വെച്ച് ഒരാൾ കണ്ടുമുട്ടുന്നു, അവർ തമ്മിൽ നടന്ന് വർത്താനം പറയുന്നു. അന്ന് രാത്രിയിലുള്ള സിനിമ തീരുവാണ്. എനിക്ക് തോന്നുന്നു അന്ന് രാത്രി തീരുക, പിറ്റേ ദിവസം വരെ ഇല്ല. ഒരു പകലും ഒരു രാത്രിയേ ഉള്ളൂ. രാത്രി എപ്പോഴോ, അർദ്ധരാത്രി എപ്പോഴോ സിനിമ തീരും. മനോഹരമായ കവിതയുടെ ഫീൽ. നമുക്ക് ഇച്ചിരി ബോറടിച്ചാൽ പോലും, പക്ഷേ ഈ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അവർക്കത് ആസ്വദിക്കാൻ പറ്റിയ പടമാണ്, നല്ല പടം. ഇതൊക്കെ ഇതിലൂടെ പറഞ്ഞതേ ഉള്ളൂ. ഞാനത് വീഡിയോ ഒന്നും നോക്കിട്ട് നടന്നില്ല, അതിനെക്കുറിച്ചല്ലേ സത്യം പറഞ്ഞാൽ മറന്നു. അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ എങ്ങും വായിച്ചില്ല. ഞാൻ പക്ഷേ ചെയ്യണമെന്ന് ഓർത്തു. പ്രീ പബ്ലിസിറ്റി കുറേ കണ്ട. ഇവർ രണ്ടുപേരും കഴിഞ്ഞ ദിവസം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മധുബാലയൊക്കെ വരുന്നുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രണ്ടുമല്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് വിഴിഞ്ഞമാണ്, രണ്ട് രാജേഷാണ്. ഇപ്പം വിഴിഞ്ഞത്ത് സംഭവിച്ചെന്ന് പറയൂ. വിഴിഞ്ഞത്തിപ്പോൾ അദാനി പോർട്ടാണല്ലോ വിഴിഞ്ഞം. അദാനി പോർട്ടിൽ അവരുടെ ഓഹരിയുടെ 49% മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന് പറയുന്ന ഇവർക്ക് കൈമാറാൻ. അതിലൊരു ആശയക്കുഴപ്പം ഇപ്പോഴും ആളുകളുടെ ഇടയിലുണ്ടായിട്ടുണ്ട്. ഞാൻ ഇന്ന് മനോരമയുടെ റിപ്പോർട്ട് മുഴുവൻ വായിച്ചു. ഞാനിന്ന് വീഡിയോ ചെയ്തിട്ട് എനിക്കും ആശയക്കുഴപ്പം പരിഹരിക്കാൻ പറ്റിയില്ല. അതായത് ഇതിൻ്റെ ആകെ 13,250 കോടി രൂപ നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. അതെ, ഇത് ആകെ വളരെ കൃത്യമായി. എന്തുകൊണ്ടാണ് മനോരമ പോലൊരു പത്രം ഇത്രയും പ്രധാനപ്പെട്ട വാർത്ത ചെയ്തിട്ട് ഈ ആശയക്കുഴപ്പം ബാക്കിയാക്കിക്കൊണ്ട് എനിക്ക് പിടി? പക്ഷേ കൗമുദിയിലും ദീപികയിലും ഒക്കെ കൃത്യമായിട്ട് തന്നെ, മനോരമയിലെ കൃത്യതയില്ല. അകത്തൊക്കെ സ്പെഷ്യൽ വാർത്തയുണ്ടെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇത് കേട്ടാൽ ജനത്തിന് തോന്നുന്നത് വിഴിഞ്ഞം പദ്ധതിയുടെ 49% കൊണ്ട്. അങ്ങനെയല്ല. ഈ അദാനി പോർട്ടിന് 37% എങ്ങാണ്ടാണ് അവരുടെ ഷെയർ എന്ന് പറയുന്നത്. ആ ഷെയറിൽ 49%. അതായത് 285 കോടി രൂപയുടെ ഷെയറാണ്, കോടി ഡോളറിന്റെ ഷെയറാണ് ഈ ഇദ്ദേഹത്തിനുള്ളത്, അദാനിക്ക്. അതിൽ 139 കോടി ഡോളറാണ് അതിനുള്ള ഷെയറാണ് ഇവർക്ക് കൊടുത്തത്. അതായത് 49% എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 50% ഇല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ലോജിക്കോട് ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. 13,250 കോടിയാണ് ഈ പറയുന്നത്. ഒന്നുമല്ലത്. വിഴിഞ്ഞം പോലൊരു പദ്ധതിക്ക് അതൊന്നുമല്ല. ഈ 16,000 കോടിയാണ് ഈ രണ്ടാം ഘട്ടത്തിന് വേണ്ടിയിട്ട് അദാനി ഇൻവെസ്റ്റ് ചെയ്തത്. 6,000 കോടി സർക്കാർ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതെ, ഇതിന് 13,000 കോടിക്ക് 49% കൊടുത്താൽ അതിനകത്ത് ലോജിക്കില്ലായ്മയുണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നിന്നുള്ള പ്രേക്ഷകരുടെ ക്ലാരിറ്റിക്ക് വേണ്ടി അദാനിക്ക് 37% ഷെയറാണ് ആകെ ഉള്ളത്. ഈ 30% ഷെയർ അതിൽ ഏതാണ്ട് 50%, 49% ഏതായാലും പകുതി അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്നു, അവർക്ക് കൊടുക്കുന്നു. അതിന് അവർ 13,000 കോടി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കോടിയുടെ കണക്കിലൊക്കെ അതുപോലും അതിൽ പകുതി പോലും 13,000 കോടി. ഇതിൻ്റെ ഒരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല. അതാണ് ഇതിനകത്ത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു. ഈ അദാനി ഇപ്പോൾ നമ്മൾ എഡിറ്റോറിയലിൽ നിന്ന് സംസാരിച്ചപ്പോൾ, നമ്മൾ രജീഷൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ അദാനിയോട് ഈ രാഹുൽ ഗാന്ധിക്ക് അത്ര താല്പര്യമില്ല. അതേസമയം പിണറായി വിജയൻ അദാനിയോട് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഇവർക്ക് ഈ കോൺഗ്രസ് ഭരിക്കുന്നതിനേക്കാൾ അദാനിക്ക് ഇഷ്ടം ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ കോൺഗ്രസുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. നമ്മുടെ സംസ്ഥാന സർക്കാരുമായിട്ടൊരു സാധ്യത വളരെയധികമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ ഈ കമ്പനിക്ക്. ഇതിന് മറ്റൊരു ശാസ്ത്രം കൂടിയുണ്ട്. അതായത് ഇതിന് വലിയൊരു ലോജിക്കുള്ള കാര്യമുണ്ട്. അദാനിയോട് നാഷണൽ കോൺഗ്രസിന് താല്പര്യമില്ല. പക്ഷെ ആരാണ് അദാനി ഇവിടെ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയാണ് കൊണ്ടുവന്നത്. എനിക്ക് ആ കഥ അറിയാവുന്ന ഉമ്മൻചാണ്ടിയുടെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആ സമയത്ത് എന്നോട് പി ടി ചാക്കോ പറഞ്ഞൊരു സംഭവമുണ്ട്.
അതായത് അദാനിയെ അടുപ്പിക്കേണ്ട എന്നുള്ളതായിരുന്നു സോണിയാഗാന്ധിയുടെ കർശനമായ നിലപാട്. സോണിയാഗാന്ധിയെ ഉമ്മൻചാണ്ടിയെ വിളിപ്പിച്ച് ഡൽഹി വിളിപ്പിച്ചിട്ട് അത് അന്തിമ താക്കീത് കൊടുത്തു, ഇത് കൊടുക്കണ്ടോ. ഇവിടെ വന്നിട്ട് പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദാനിക്ക് കൊടുത്തു. പുള്ളിക്ക് അതേ നടക്കൂന്ന് പുള്ളിക്ക് അതെ പറഞ്ഞത്. അതിനുശേഷം സോണിയാഗാന്ധി കാണാൻ പോലും സമ്മതിക്കത്തില്ലായിരുന്നു ഉമ്മൻചാണ്ടി. ആ അതായിരുന്നു ഒരു നിലപാട്. നമ്മളിപ്പോൾ ഉമ്മൻചാണ്ടിയെ പോലൊരു ദേശീയ താല്പര്യമുള്ളൊരു നേതാവിനെ അങ്ങോട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രം കയറി വന്ന വി.ഡി. സതീശന് ഇത് പ്രശ്നമേ അല്ല. പക്ഷേ അപ്പോഴും ഹൈക്കമാൻഡും അല്ല, അവിടെയാണ് പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ UDF LDF അധികാരത്തിൽ തുടരാനായിരുന്നു അദാനിക്ക് താല്പര്യം. അതെ. പക്ഷേ UDF ആണ് വരുന്നതെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് അദാനിക്ക് നിർബന്ധമായിരുന്നു. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു അദ്ദേഹം അങ്ങോട്ട് പോയെന്നൊക്കെ ആണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലാണെങ്കിൽ KC ആണെങ്കിൽ അദാനി അടുപ്പിക്കത്തില്ല, കാരണം രാഹുലിന്റെ ആളാണ്. രമേശ് ആണെങ്കിലും ഹൈക്കമാൻഡിന്റെ താല്പര്യത്തിന് മറികടന്ന് ചെയ്യത്തില്ല. അപ്പം അദാനിക്ക് ഇവിടെ താല്പര്യം സംരക്ഷിക്കണമെങ്കിൽ വി.ഡി. സതീശൻ വേണം. അദ്ദേഹം സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി നിൽക്കും എന്ന് മാത്രമല്ല സമുദ്ര സമ്പദ് വ്യവസ്ഥ എന്ന് കൃത്യമായി പറഞ്ഞാണ് അദ്ദേഹം വോട്ട് ബജറ്റും അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് വളരെ കൃത്യമായ ധാരണയെ പോകുന്നതാണ്. ഇപ്പം സഭയിൽ പറയുമ്പോൾ പറയും സർക്കാരിന് അനുമതി മേടിച്ചിട്ടില്ല. സർക്കാരിന് അനുമതി മേടിക്കണമെങ്കിൽ സഭയിൽ ഇന്ന് പിണറായി വിജയൻ സംസാരിച്ച ദേശാഭിമാനിക്ക് വലിയ അബദ്ധം പറ്റി. അത് കണ്ടായിരുന്നോ? ദേശാഭിമാനിയുടെ ഇന്ന് ഫ്രണ്ട് പേജ് വാർത്തയാണ് അദാനിയുടെ 13,000 കോടിയുടെ വിദേശ നിക്ഷേപം ചരിത്രത്തിലെ. അതായത് അത് CPM സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായി പൈസ ഇവർ കൊടുത്തിരിക്കുന്നു. അതായത് പിണറായി സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമാണ് ഇത് കിട്ടിയതെന്ന്. പക്ഷേ പിണറായി എന്ത് ചെയ്തു? പിണറായി ഇവന്മാരെ വെട്ടിലാക്കി കളഞ്ഞു. പിണറായി സഭയിൽ ചെന്ന് ഇതിനെതിരെ സംസാരിച്ചു. അതോടെ ഇവന്മാർ സൈറ്റിൽ നിന്ന് സാധനം നീക്കി. പക്ഷെ പത്രത്തിൽ കിടപ്പുണ്ട് 1-ാം പേജിൽ. അങ്ങനെ ഒരു അബദ്ധം പറ്റി പിണറായി. പക്ഷേ പിണറായിക്കും അറിയാം, പിണറായി ചോദിച്ചത് ഇതിൻ്റെ ആശങ്ക ദൂരീകരിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറഞ്ഞു കഴിഞ്ഞപ്പം സതീശൻ ഇത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയി പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് എന്ത് പറ്റി? യുവമാർ ഇത് വലിച്ചു. ഈ പിണറായി ഇത് പറഞ്ഞ പുറകെ ഈ സൈറ്റിൽ നിന്ന് ഈ വാർത്ത വലിച്ചു. അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞാനിതിനെ മനസ്സിലാക്കുന്ന വളരെ പോസിറ്റീവായിട്ടാണ്. 2 പോസിറ്റീവ് ഉണ്ട്. ഒരു പൊളിറ്റിക്കൽ പോസിറ്റിവിറ്റി. ഒന്ന്, വി.ഡി. സതീശൻ്റെ പൂർണ്ണ പിന്തുണ അദാനിക്കുണ്ട്. അദാനിക്ക് പൂർണ്ണ പിന്തുണ ഉള്ളതുകൊണ്ട് കാരണം അദാനി കോൺഫിഡൻ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാവുന്നു. അങ്ങനെ ഇവിടെ ഇവർ പറയുന്ന മാതിരി ഈ പോർട്ടിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. ഒന്നാമത്. 2, MSC എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കമ്പനി. അവർക്ക് 900 കപ്പലുണ്ട്, കാർഗോ ഷിപ്സ്. അതിലൊരെണ്ണം നമ്മുടെ ഇവിടെ മറിഞ്ഞു, തോട്ടപ്പള്ളിയിൽ അവിടെ. അങ്ങനെ 900 കാർഗോ ഷിപ്പുള്ള ഈ കമ്പനി ഇതിൽ ഈ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇതിൽ പണം മുടക്കുമ്പോൾ ഇവരാണ് ലോകത്തെ ഈ കാർഗോയെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അതെ. അപ്പം ഈ ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ശ്രീലങ്ക പോലെ രാജ്യങ്ങളിലെ കാർഗോ പോലും ഇവിടേക്കൊരു ഹബ്ബാക്കി മാറ്റാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇവർ തന്നെ ഇന്ത്യ 2 വേറെ ഇവരുമായിട്ട്. തമിഴ്നാട്ടിലുണ്ട്, ഗുജറാത്തിലുണ്ട്. അല്ല, അപ്പം ഇതിൻ്റെ സാധ്യത പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സാധാരണമാണ്. ഈ പൊട്ടൻഷ്യൽ വരിക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന 2 ഗുണങ്ങളുണ്ട്. അതായത് മോദി സർക്കാർ ദേശീയപാത നിർമ്മിച്ചുള്ളൂ. ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ലോറികളുടെ നീക്കം ഉണ്ടാകത്തുള്ളൂ. അത് ആക്സസ് എളുപ്പമായി കഴിഞ്ഞു. അതോടുകൂടി ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ സാധ്യത വീണ്ടും കൂടുകയാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരം അല്ലെങ്കിൽ തന്നെ ഈ ന്യൂ ട്രിവാൻഡ്രമായിട്ടാണ് കഴക്കൂട്ടം മുതൽ ആ വിഴിഞ്ഞം വരെയുള്ള ഭാഗം. അതായത് ടെക്നോ പാർക്ക്, എയർപോർട്ട്, ഹോസ്പിറ്റലുകളെ, ഷോപ്പിംഗ് കോംപ്ലക്സുകളെ, കാർ ഷോർ, ഇതെല്ലാം ഒരു ന്യൂ ട്രിവാൻഡ്രമാണ്. ഇതൊരു 10 ഇരട്ടി വർദ്ധിക്കും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വശത്ത് ടെക്നോ പാർക്ക്, അതിൻ്റെ മറുവശത്ത് ഈ പറയുന്ന പോർട്ട്. ഈ പോർട്ടിൻ്റെ ഭാഗം മുഴുവൻ ഒന്നാമത് 2 ഏരിയ. ഒന്ന് ലോജിസ്റ്റിക്കിൻ്റെ ഒരു സെൻ്ററായി മാറും. 2 വെയർ ഹൗസിങ്ങുകളുണ്ടല്ലോ. വെയർ ഹൗസ് ഇഷ്ടം പോലെ വെയർ ഹൗസുകളുണ്ടാവും. അങ്ങനെ ട്രിവാൻഡ്രത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. അത് അങ്ങോട്ട് തന്നെ ഈ ജനങ്ങളുടെ വരവ് കൂടും. അതായത് തൊഴിൽ കൂടും. തൊഴിൽ ഇഷ്ടം പോലെ എല്ലാ മേഖലയിലും തൊഴിൽ, അനുബന്ധ ബിസിനസ്സുകളെ, കടകളെ, ഹോട്ടലുകളെ, വ്യവസായ വിപ്ലവത്തിന്റെ എഫക്റ്റ് വലിയ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാക്സിന് GST മാത്രം കൂട്ടിയാൽ തന്നെ നമ്മുടെ വലിയ തോതിൽ വരുമാനം വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റ പോർട്ട് കൊണ്ട് ഇത്തരം പോർട്ടുകൾ വീണ്ടും ആവർത്തിക്കും. കാരണം അദാനിയുണ്ട്, MSC ഉണ്ട്. MSC അദാനി ഉണ്ട്. പിന്നെ ഇവർക്ക് കൊല്ലത്ത്, പൊന്നാനി, അഴീക്കൽ, ബേപ്പൂർ, ഈ 4 ഇവർക്ക് കൊണ്ടുവരാൻ പറ്റും. അത് കൊച്ചു കൊച്ചു പോർട്ടുകളായിരിക്കുമെന്നേ ഉള്ളൂ. എങ്കിൽ പോലും വലുതുകൊണ്ടാണ്. ഈ ബേപ്പൂരൊക്കെ വലിയ, അല്ല ബേപ്പൂരിലെ പൊന്നാനി, ഇത് 2 ഒരിടത്ത് വലിയ പോർട്ടിന് സ്കോപ്പുണ്ട്. കാരണം ഈ പൊന്നാനി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വടക്കാണല്ലോ.
അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടെ വലിയ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു വലിയ ചരിത്ര നിമിഷമാണ്. കേരളത്തിന് വരുമാനം വർദ്ധിപ്പിക്കാതെ വി ഡി സതീശന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയായിട്ട് കണ്ടെത്തിയിരിക്കുന്നതാണ്. ഭയങ്കര സംഭവമായിട്ട് മാറുന്നത്. അതിനെ പ്രതിപക്ഷം എതിർക്കാൻ ഒരു സാധ്യതയില്ല. കാരണം അത് തിരിച്ച് ഇവർക്ക് തന്നെ വന്ന് പണി കിട്ടും. കാരണം അദാനിയെ കൊണ്ടുവന്ന അവരിപ്പോൾ അത് പ്രതിത്വം ഏറ്റെടുത്തല്ലോ. ഉമ്മൻചാണ്ടിയാണ് ഇത് കൊണ്ടുവന്നതെങ്കിലും ഇത് മൊത്തം ഞങ്ങളുടെ നേട്ടമായിട്ടാണല്ലോ ഇവരിപ്പോൾ 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് പറഞ്ഞ ടീംസാണ്. അതെ 6000 കോടിയുടെ കടൽ കൊള്ള എന്ന് ആ ദേശാഭിമാനിയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലം എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് വി ഡി സതീശന്റെ മേൽ വിപണിക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അതായത് ഒരു പൊളിറ്റിക്കൽ സ്ഥിരത അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് വരത്തുള്ളൂ. അത് വിദേശ നിക്ഷേപം, ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം കേരളത്തിന്റെ ചരിത്രത്തിലെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൊട്ടിഘോഷിക്കുന്നുണ്ട്. അതായത് തുറമുഖത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപം ഇന്ത്യ മന്ദിരായി പോലും ഇത്രയും വലിയ നിക്ഷേപം വന്നിട്ടില്ല. ഈ കേരളത്തിൽ വരാവുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണ്. ഞാൻ പറഞ്ഞ ഈ അടുത്ത കാലത്തെങ്കിലും കേരളത്തിൽ വിദേശ നിക്ഷേപം വന്നില്ല. അത് മാത്രമല്ല, വിഴിഞ്ഞത്ത് ഇന്ത്യയിൽ റെക്കോർഡ് ചരക്ക് നീക്കം നടക്കുന്ന ഒരു പോർട്ടായിട്ട് മാറി. ഇതോടുകൂടി ശ്രീലങ്കയുടെ മറ്റേ കൊളംബോയൊക്കെ ബംഗ്ലാദേശ് അവിടുന്ന് അവരെല്ലാം ഔട്ടായി. ഈ ഒരു സംഭവം വരുന്നതോടെ, അതായത് മെയിൻ റൂട്ടിലല്ലേ, അധികം കയറണ്ടല്ലോ. 2028 ഇതിന്റെ 2ാം ഘട്ടം പൂർത്തിയായാലും ഇത് എളുപ്പമായി. ഇപ്പൊ തന്നെ ഭയങ്കര റഷായി തുടങ്ങി. അതെ, ബെർത്തുകൾ കുറവാണ് അവിടെ. പക്ഷെ അപ്പോഴേക്കും ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ അതിനോടുള്ള ഈ ഭൂഗർഭ പാതയുണ്ട്, ഈ കോവളം തുരങ്കപാതയുണ്ട്. കൂടാതെ ബാലരാമപുരം റെയിൽവേ സ്റ്റേഷനോട് കണക്ട് ചെയ്യുന്ന ഒരു പാതയുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു റിംഗ് റോഡുണ്ട്, ഔട്ടർ റിംഗ് റോഡ്. കുറച്ച് റോഡുകൾ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ കുറെ കണക്ഷൻ അദാനി തന്നെയാണ് പണിയുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് മൊത്തം ഞങ്ങൾ പണിഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. അത് മാത്രമേ ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യണം. ഈ ദേശീയപാതയുടെ പണികൾ ഇച്ചിരി അവിടെ വീതി കുറവാണ്, മറ്റിടത്തെ പോലെ അല്ലല്ലോ. പണ്ട് ഈ കഴക്കൂട്ടം മുതൽ കാരോട് വരെയുള്ള ബൈപ്പാസ് നേരത്തെ തീർത്ത, അപ്പോൾ 2 4 വരിയേ ഉള്ളൂ. ബാക്കിയല്ല 6 വരിയാണ് വരുന്നത്. ഇത് പക്ഷേ ഇനിയും വികസിപ്പിക്കണ ഇച്ചിരി പണിയാണ് അല്ലേ? ഇത്ര വലിയ പാടാണ്. ഈ സ്ഥലം അതാണ്. എന്താണെങ്കിലും വലിയ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു നടപടിയാണ്. പക്ഷേ ഇത് അദ്ദേഹം പറഞ്ഞ സർക്കാർ അറിഞ്ഞിട്ടില്ലെന്നൊക്കെയാണ് നിയമസഭ പറയുന്നത്. സർക്കാർ അറിയാവുന്നതല്ല, ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സാധനങ്ങളാണ്. അത് കൃത്യമായിട്ട് കയറി വരികയും ചെയ്തു. അല്ല, അത് സർക്കാരിന്റെ പെർമിഷൻ വേണം. അതെ, ആ ഓഹരി കൈമാറ്റത്തിന് പെർമിഷൻ അതൊക്കെ കൊടുക്കും. അത് ഇതിനകത്ത് അവർ പറയുന്നത് എന്താ, ദേശസുരക്ഷയെ ബാധിക്കാത്ത എന്തിനും അനുമതി കൊടുക്കാം. അദാനിയാണ്, മോദിയാണ്, പിന്നെ എന്ത് ദേശസുരക്ഷയല്ല. അതാണ്. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം എത്തിക്കാൻ വി ഡി സതീശൻ അധികാരത്തിൽ വന്ന് 1 മാസം പിന്നിട്ടപ്പോഴേക്കും സാധിച്ചു എന്ന് പറയുന്നത് വീഡിയോടുമുള്ള കേരളത്തിന്റെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു പ്രതീക്ഷയുടെ പ്രതീകമാണ്. ഇതോടുകൂടി CPM-ന്റെ പ്രതീക്ഷ മൊത്തം പോയി. CPM-ന്റെ എല്ലാ പ്രതീക്ഷയും പോയി. ഇതെല്ലാം ഇവരുടെ കയ്യിൽ കൂടെ എതിർക്കണോ അനുകൂലിക്കണോ എന്ന് പോലും അവർക്ക് അറിയത്തില്ല. അല്ല, പക്ഷേ അതാണ് ഇപ്പൊ പിണറായി എന്ത് പറയുന്നു എന്ന് നോക്കിയിരിക്കുകയാണ് ഇവർ. അത് വെച്ചേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പോഴും അതാണ് അവരുടെ ഒരു രീതി. കാരണം ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ബൂർഷ്വാസികൾ, അയാൾ ഇവിടെ കൊള്ളയടിക്കുന്നു, അദാനിക്ക് കൊള്ളയ്ക്ക് അവസരം ഒരുക്കുന്നു. പിണറായിക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുകയില്ല. അദാനിയെ ഏറ്റവും കൂടുതൽ കൊള്ളയടിച്ച ടീമുകളാണ് ഇവർ. കഴിഞ്ഞ തവണ ഇവരുടെ പരിപാടിക്കെല്ലാം പാവപ്പെട്ടതല്ല, അദാനി അവിടെ ഒരു പോട്ട് തുടങ്ങിപ്പോയി. ഇവിടെ എന്ത് പരിപാടി നടന്നാലും 4 കോടി 5 കോടി അവരുടെ മേടിക്കുമല്ലോ. അങ്ങനെയാണ് അവരെല്ലാവരും മേടിക്കുമല്ലോ. അതെ, ബാർ മുതലാളിമാരോട് എല്ലാം മേടിച്ചു. വെള്ളാപ്പള്ളിയോട് മേടിച്ചിട്ടുണ്ട്. പിന്നാണ് വെള്ളാപ്പള്ളിയുടെ എന്ന് പറഞ്ഞ അധ്യാപക നിയമനം നടത്തിയെന്നാണ് പറഞ്ഞത്. അതിന്റെ കമ്മീഷൻ കൈപ്പറ്റി. അതല്ല, 25 സീറ്റ് ഇവർ വാങ്ങിയെന്നാണ് പറയുന്നത്. ആയിരിക്കും, പക്ഷെ അത് നടക്കത്തില്ലല്ലോ. അതെ, എന്തായാലും വളരെ വിചിത്രമായ ഒരു വിചിത്രം എന്നല്ല, ഭയങ്കര ഒരു കേരള സമ്പദ് വ്യവസ്ഥ ആത്മവിശ്വാസം കൂടുന്നതാണ് ഇത്. അതുകൊണ്ടാണ് അദാനിയുടെ അദാനി പോർട്ടിന്റെ ഓഹരി വില ഭയങ്കരമായിട്ട് ഉയർന്നു. അത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം നല്ല പോസിറ്റീവായ വാർത്ത കൊടുത്തു. കാരണം എല്ലാവരും അദാനിയുടെ കൊള്ളയെക്കുറിച്ച് മാത്രമാണ് വാർത്ത കൊടുത്തത്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഒട്ടുമിക്ക പത്രങ്ങളെല്ലാം തന്നെ ഇത് ലീഡാക്കിയിട്ടുണ്ട്. എന്തായാലും അതൊരു മനോഹരമായ കാര്യം. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. വി രാജേഷിന്റെ സർജിക്കൽ സ്ട്രൈക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കേരളത്തിൻ്റെ ഒരുപാട് മേയർമാരുണ്ട്. ഇപ്പോഴും കേരള സമൂഹത്തോട് നിങ്ങൾ കോഴിക്കോട് മേയർ ആരാന്ന് ചോദിച്ചാൽ ആർക്കും അറിയാം. അല്ല, ഏറ്റവും വലിയ രസമതല്ലേ, നമ്മളിന്ന് രാവിലെ ചർച്ച നടത്തിയപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ചാനലിൽ ചർച്ച നടത്തിയപ്പോൾ ഞങ്ങൾ ഈ കോഴിക്കോട് മേയർ ഇവിടെ കാണാൻ വന്ന് പണി മേടിച്ച് രാജേഷിനെ കാണാൻ വന്നിട്ട്. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്ത് വിട്ടപ്പോൾ അതിനടിയിലത്തെ ഒരു കമൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള മേയർമാരൊക്കെ ഇവിടെ ഉണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ കേരളത്തിലെ മറ്റു മേയർമാർ, 1 കോഴിക്കോട്, 2 തൃശ്ശൂർ, 3 ഏതാണ് കൊല്ലം, കൊച്ചി, കണ്ണൂർ മേയറിലെ കണ്ണൂർ മെട്രോ സിറ്റി ആണല്ലോ. അതെ. ഇത്രയും 5 ഇടങ്ങളിലെ മേയർമാരുടെ പേര് പണ്ട് TO മോഹൻ ആയിരുന്നപ്പം ആളുകൾക്ക് അതിലിപ്പോൾ MLA ആയി. ഈ 6 പേരിൽ 5 പേരുടെ പേരും നമുക്കറിയില്ല, ആർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഈ സദാശിവന്റെ പേര് അറിഞ്ഞ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട് മേയർ അയാൾ അവിടുന്ന് ഇവിടെ മന്ത്രിമാരെ കാണാൻ വന്നത് തിരുവനന്തപുരത്ത്.
മുഖ്യമന്ത്രിയെ കണ്ട് എന്തോ വികസന പദ്ധതി നഗരകാര്യമന്ത്രിയെ കാണാൻ വന്നതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇതൊരു സർവകക്ഷി സംഘം പോലെ, മുസ്ലിം ലീഗുകാരുണ്ട്, BJP യുടെ നവ്യ ഹരിദാസ് ഉണ്ട്, CPM ഉണ്ട്, CPI ഉണ്ട്. ഇവരെല്ലാം അവിടെ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ രാജേഷ് ക്ഷണിച്ചു ഇങ്ങോട്ട് പോരാം. അവിടെ ചെന്ന് ഇവരെല്ലാം അദ്ദേഹം അങ്ങ് സ്വീകരിച്ചു. ഇവർക്ക് വയറിറച്ച് ഫുഡും ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, മോദിജിയെ കാണാനുള്ള സംവിധാനം ഏർപ്പെടുത്തി. ഇവർ വലിയ കാര്യത്തിൽ സന്തോഷത്തോടെ ചിരിച്ചങ്ങ് പോയി. ഇത് പണമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇത് വലിയ പുരിവാലായി. BJP മേയറെ കാണാൻ CPMൻ്റെ മേയർ അവിടെ നിന്ന് വലിയൊരു പ്രതിനിധി സംഘവുമായിട്ട് പോയി. മാത്രമല്ല മോദിയെ കാണാനുള്ള സഹായവും ചോദിച്ചു മേടിച്ചോണ്ട് വന്നിരിക്കും. അല്ല ഞാൻ മുസ്ലിം പെട്ടു. അവിടെയാണ് കേരളത്തിൽ ഒരു മേയർ മാത്രമുള്ള അവസ്ഥയിലേക്ക് മാറി. തിരുവനന്തപുരം മേയർ അയാളെ മാത്രമേ അറിയത്രേ ഉള്ളൂ. അത് ഓർക്കണം, തിരുവനന്തപുരത്ത് മേയർ ആകുന്നത് വരെ തിരുവനന്തപുരത്ത് പ്രാദേശിക നേതാവായിരുന്ന ആളാണ് ഈ വി രാജേഷ്. 1-2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. എങ്കിലും തിരുവനന്തപുരത്ത് മാത്രം മേധാവാണ്. ഈ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയുടെ ഒരു ഫീലായിരുന്നു. ഒട്ടക്കൻ ചാനൽ ചർച്ച വന്നിരുന്ന തകർക്കുന്ന ആളായിരുന്നു. ഇവർ രണ്ടുമായിരുന്നല്ലോ, KS സുരേന്ദ്രനും VV രാജേഷും ആയിരുന്നു പണ്ടത്തെ. സുരേന്ദ്രനൊക്കെ നമുക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അയാളുടെ മുഖത്തിനൊരു പ്രസന്നതയും സംസാരിക്കാൻ അറിയാം. അയാൾക്കൊരു നമ്മളൊരു സ്റ്റേറ്റ് ലീഡറിലുണ്ട്. രാജേഷ് അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കസേര കയറിയിരുന്ന അന്ന് മുതൽ എന്തോ മാന്ത്രിക വിദ്യ കിട്ടിപ്പോയാലാണ് പുള്ളിയുടെ പ്രവർത്തനം. എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, നിയമസഭയിൽ നമ്മളിപ്പം ഈ ഭരണകക്ഷി MLA-മാരുടെ പ്രസംഗം കേൾക്കാൻ ഒരു സുഖമുണ്ടെന്ന് പറഞ്ഞ എല്ലാവരുടെയും ഉണ്ട്. ഈ രാജേഷിന്റെ വാർത്താ സമ്മേളനം കേൾക്കാൻ ഭയങ്കര രസമാണ്. അത് ഈ 4 കാലിലാണ് എങ്ങനെ വലുത്. BD സതീശന്റെ കാര്യം പറഞ്ഞ പോലെ. ഇന്നിപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കാര്യം, കേരളത്തിലെ ഏറ്റവും അധികം ഡിമാൻഡുള്ള മാർക്കറ്റുള്ള 2 നേതാക്കൾ VD സതീശൻ, VV രാജേഷ്. ഇവരെ കുറിച്ച് എന്ത് വന്നാലും ഭയങ്കര റീച്ച് ജനങ്ങൾ കാണും. ഭയങ്കര റീച്ച് നമുക്കറിയാമല്ലോ. അല്ല, അതിന് ഇവർ CPM-നെ ഏറ്റവും കൂടുതൽ വെള്ളം കുടിപ്പിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു അരനൂറ്റാണ്ടായി 50 വർഷമായി ഈ തിരുവനന്തപുരം നഗരസഭ ഇവരുടെ കൺട്രോളിലാണ്. ഭരണമാറ്റം അവർ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ ഇവർ ഈ അരനൂറ്റാണ്ടായി ഈ കോർപ്പറേഷനെ ഇവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാക്കി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അപ്പം കോർപ്പറേഷൻ ഇന്നിപ്പോൾ രാജേഷിൻ്റെ പത്രസമ്മേളനത്തെ കണ്ടിട്ട് കോർപ്പറേഷൻ കണ്ടുപിടിച്ചത് ഏതാണ്ട് 1000 കടകൾ കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിൽ കണക്കിൽ 100 പോലും ഇല്ല. ഇതെല്ലാം അവർ സ്വന്തമായിട്ട് കൊടുത്തിരിക്കുക. ഇത് പണ്ടെപ്പോഴോ കൊടുക്കുന്നു. ആ കൊടുത്ത സാധനം അന്ന് ഒരു 50 കൊല്ലം മുമ്പോ 25 കൊല്ലം മുമ്പോ ചെറിയ വാടകയ്ക്ക് കൊടുക്കും. അത് പിന്നെ അവർ മരിച്ചുപോയി. ഈ ഓപ്ഷൻ എടുത്തോ മരിച്ചുപോയി. ഇത് പുതുക്കുന്നുമില്ല. എന്നിട്ട് ഇവരിത് മറ്റു പലർക്കും കൊടുത്ത് അവർ വലിയ മാർക്കറ്റിലെ വില മേടിക്കുകയാണ്. ഇപ്പൊ ഇവർക്ക് 100 രൂപയായിരിക്കും കിട്ടുന്നത്, മറ്റവർക്ക് മേടിക്കുന്ന 20,000 രൂപ. അതായിരിക്കും ഇവിടെ 100 രൂപ അടച്ചാൽ മതി. ഒരു കണക്കുമില്ല. ഇതിന്റെ ഒന്നും കരാറ് പുതുക്കിയാൽ അതെല്ലാം പലതും അന്യാധീനപ്പെട്ടു, പലരുടെയും കൈവശപ്പെട്ട് ഇതെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. 3 കല്യാണ മണ്ഡപങ്ങൾ കണക്കെടുത്തൊക്കെ 3 കല്യാണ മണ്ഡപങ്ങൾ കോർപ്പറേഷൻ കണക്കിലില്ല. ചെന്നത് അന്വേഷിച്ചപ്പോൾ CPM-കാര് അവരുടെ പ്രൈവറ്റ് കല്യാണ മണ്ഡപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരടുത്ത് കൊടുത്ത് കാശ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുള്ളി പറയുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞ് ഞെട്ടിക്കുന്നത് അതേപോലെ തന്നെയാണ്. ഇപ്പം ചാലയിലെയും പാളയത്തെയും മാർക്കറ്റ്, ഈ പാളയത്ത് മാർക്കറ്റിലൊക്കെ ഒരുപാട് നിർമ്മാണങ്ങൾ കോർപ്പറേഷൻ കണക്കിന് ഈ നിർമ്മാണമൊന്നുമില്ല. അതെല്ലാം പൊളിച്ചല്ലോ. ഇതെല്ലാം ഓരോ പ്രൈവറ്റ് പാർട്ടികൾ നിർമ്മിച്ചിട്ട് ഇതെല്ലാം അവർ വരുമ്പോൾ കുറച്ച് സ്ഥലം ഒഴിഞ്ഞ് കിടക്കുന്നത് അവരൊരു കടമുറി അങ്ങ് പണിയും. ഇതിന് അവർ വാടക കൊടുക്കും. അവരതങ്ങ് വാടകയ്ക്ക് കൊടുക്കും. ഇത് കൂടാതാണ് അവിടെ മിക്കാൻ എല്ലാം ഇവർ കാശ് മേടിക്കും. കോർപ്പറേഷൻ 20 രൂപയുള്ളായിരിക്കും, ഇവർ 500 രൂപ മേടിക്കും. അതായത് ഒരു CPM-ന്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു. എല്ലായിടത്തും. മാത്രമല്ല ഇഷ്ടംപോലെ കെട്ടിടങ്ങൾ. അത് മാത്രമല്ല കോർപ്പറേഷന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥലത്തൊക്കെയാണ് ഇവർ പല പാർട്ടി ഓഫീസിലും പണിത് വെച്ചിരിക്കുന്നത്. എല്ലാം പൊളിക്കും. അതായത് ഇവർ അടിമുടി പൊളിച്ചടുക്കി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി പറഞ്ഞത്, ഞാൻ രാജേഷിനോട് സംസാരിക്കുക ഇടയ്ക്കിടയ്ക്ക്. രാജേഷ് പറഞ്ഞു, തിരുവനന്തപുരം കോർപ്പറേഷന്റെ സ്വത്തുക്കൾ മുഴുവൻ തിരിച്ചെടുത്ത് വെച്ചാൽ ലോകത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ബോംബെ കോർപ്പറേഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമായിരിക്കും എന്ന് പറയാം. അതുപോലെ സ്വത്തുക്കളുണ്ട്, ആസ്തി പണ്ട് മുതൽ. പക്ഷേ ഇതെല്ലാം അന്യാധീനപ്പെട്ടു പോയി. ഇത് മുഴുവൻ കൈവശം വെച്ച് അനുഭവിക്കുന്നത് CPM-ആണ്. പഴയ CPM-ന്റെ പല നേതാക്കളും അവരുടെ പറഞ്ഞില്ലേ, ഈ പൊങ്കാല സമയത്ത് സ്ഥലം കൊടുത്ത് ഒരു പാർക്കിംഗ് സ്പേസ് പൈസ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പരാതി കിട്ടിയ ആൾ 250 രൂപ മേടിച്ചതിന്റെ പേരിൽ പരാതി കണ്ടായിട്ട് ചെന്നപ്പം ഇത് കോർപ്പറേഷന്റെ സ്ഥലമാണ്, അത് ആ പ്രൈവറ്റ് പാർട്ടികൾ അവന്മാര് വിൽക്കുകയാണ്. നമ്മളെ ഓരോരുത്തർ വന്ന് താജ്മഹലിന് വില പറഞ്ഞ് വിൽക്കുമെന്ന് പറഞ്ഞു. അതായത് വലിയ തോതിൽ അഴിമതി നടത്തും. അതുപോലെ തന്നെ അഴിമതിയുണ്ട്. വിഴിഞ്ഞത്തൊരു നിർമ്മാണം, ഒരു വീട്, അതിന്റെ ആ വീടിന്റെ ഒരു അവസ്ഥ കണ്ടില്ല. രാജേഷ് അതിന്റെ മേളിൽ കൂടെ കയറി പോകുന്നത് കണ്ടു. അത് അതിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഷെയ്ഡൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നേർത്ത ഷെയ്ഡാ. അതെല്ലാം കാണാൻ ചവിട്ടോ പിടിക്കുക, അത് ഒടിഞ്ഞ് താഴെ പോകും. 91 കോടി രൂപ മുടക്കി പണിതാണ്. അതിനകത്ത് എത്ര കോടി മൊത്തം പോയിരിക്കുകയാണ്. അപ്പം അത് അതിൻ്റെ അന്വേഷണം വരുന്നു. അപ്പം അടിമുടി CPM കഴിഞ്ഞ നൂറ്റാണ്ട് കൊണ്ട് ഈ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയൊരു കൊള്ളയുടെ ഒരു പ്രതീകമായിരുന്നു ഈ
ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് മുഴുവൻ പിടിച്ചെടുത്ത് ക്ലീൻ ആക്കി എടുത്തു. അപ്പം പിന്നെ വെള്ളക്കെട്ടടക്കമുള്ള മറ്റു കാര്യങ്ങളുണ്ടല്ലോ, അത് പതുക്കെ പറ്റൂ, കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇത് ഒരു മഴ പെയ്തപ്പോഴേ ഇവർ ഉടനെ കണ്ട വെള്ളക്കെട്ട് നീക്കുമെന്ന് പറഞ്ഞു. ഇതിലെ പിണറായി അങ്ങോട്ട് ഇറങ്ങിയ പുറകെ സതീശനോട് പറഞ്ഞതുപോലെ. പിന്നെ കുറച്ച് കുടിവെള്ള പ്രശ്നം ബാക്കി നിൽപ്പുണ്ട്. ഈ കുടിവെള്ള പ്രശ്നം പക്ഷേ ഈ ജലസേചന വകുപ്പ് സഹകരിക്കാത്തതുകൊണ്ടാണെന്നാണ് ഇവർ പറയുന്നത്. അത് നേരത്തെ ഇവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരുവ് നായ ശല്യം അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് പിടിച്ചു, നായയെല്ലാം കുറേ പിടിച്ചു, ഓൾമോസ്റ്റ് അല്ല എന്നാലും ഉണ്ട്, പിടിച്ച് വന്ധീകരിച്ച് വിടുകയെന്ന് തോന്നുന്നു. അതിനുള്ളൊരു സ്ഥലമുണ്ട്. എന്തായാലും ഒരു വലിയ വിപ്ലവം തിരുവനന്തപുരം. ഈ CPM-ൻ്റെ പേടി രണ്ടാണ്. ഒന്ന്, VV രാജേഷ് ഇങ്ങനെ നിരന്തരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒന്ന് ഇവരുടെ വരുമാനം അടഞ്ഞു. കണ്ണൂർ അവർ ഗുണ്ടാസംഘമുള്ളത് പോലെ തിരുവനന്തപുരം അവരുടെ പ്രധാന വരുമാന മാർഗം. CPM-ൻ്റെ ഈ ബ്രാഞ്ച് കമ്മിറ്റികൾ മുതൽ ഇവിടെ കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊക്കെ അന്വേഷണം ചെന്ന് കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് പല പാർട്ടി ഓഫീസിലും പൊളിച്ചു കളയേണ്ടി വരും. ഒരു വശത്ത്. മറുവശത്ത് ഈ നിരന്തരം രാജേഷ് ഇങ്ങനെ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഭരണം ഒരിക്കലും അവർക്ക് കിട്ടത്തില്ല. കാരണം ഒന്നാമത് തിരുവനന്തപുരം ഒരു BJP ഏറിയാണ്. അതാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തിയാൽ പോലും കുറച്ചുകൂടെ സീറ്റ് ഇപ്പം കൂടുതൽ കിട്ടും. അത്ര ഇതിലാണ്. അതുകൊണ്ടാണ് ഇവർ അവിശ്വാസം കൊണ്ടുവരുന്നത്. എനിക്ക് പിടികിട്ടാത്ത കാര്യം അതിൽ കോൺഗ്രസ് പാർട്ടി എന്തിനാണ് കിടന്നുപാളം വെക്കുന്നത്? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഇതിനകത്ത് എതിർക്കേണ്ടത് സത്യത്തിൽ CPM ആണ്. CPM ഇക്കാര്യത്തിൽ സൈലന്റ് ആണ്. അതിനകത്ത് ശിവൻകുട്ടി മാത്രമാണ് ചാടിക്കയറി പറഞ്ഞത് ഞങ്ങൾ അവിശ്വാസത്തെ പിന്തുണയ്ക്കുന്നത്. അപ്പം ജോയി പറഞ്ഞു അവിടെ ഇരുന്നാൽ മതി, ഇയാൾ പറയേണ്ട, ഞാൻ പറഞ്ഞോളാം. ജില്ലാ സെക്രട്ടറി ജോയി അല്ലേ? അതാണ്. അല്ല, ഈ CPM ഈ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ CPM-ൻ്റെ അടിവേരാണ് ഇപ്പോൾ BJP-യുടെ മാന്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പാർട്ടി BJP-ആണ്. MLA-മാർ CPM-നായിരിക്കും, കോൺഗ്രസിനായിരിക്കും, പക്ഷേ ഏറ്റവും വലിയ പാർട്ടി BJP-ആണ്. അവർ പല മണ്ഡലങ്ങളിലും 2ാം സ്ഥാനത്താണ്. ഈ പശ്ചാത്തലത്തിൽ ഈ CPM-ൻ്റെ വേര് ഈ കോർപ്പറേഷൻ മേയറും അങ്ങോട്ട് മാന്തി തുടങ്ങി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാകാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. CPM ഇല്ലാതായി മുഖ്യ പ്രതിപക്ഷമാകാം. അപ്പം യഥാർത്ഥത്തിൽ ഈ CPM കൊള്ളക്കെതിരെയുള്ള മേയർ രാജേഷിൻ്റെ നീക്കത്തെ സഹകരിക്കുകയും സഹായിക്കുകയാണ് വേണ്ടത്. അതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. പക്ഷേ അത് ഒരു കാര്യമില്ല. എന്താണ് ഈ ശബരിനാഥൻ എന്താണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാകും. ഇച്ഛാഭംഗം കാണും. കാരണം ഇത്തവണ അദ്ദേഹം അരുവിക്കൽ എന്ന ഉറപ്പായിട്ട് ജയിക്കേണ്ടതാണ്. അവിടെ നിർത്തിയില്ല. അവിടെ അദ്ദേഹത്തിന് നിർത്താൻ കൊണ്ടുപോയി നിയമത്തോട് നിർത്തി തോപ്പിച്ചില്ലേ, അതിൻ്റെ ഒരു വിഷമമൊക്കെ പുള്ളിക്ക് കാണുമായിരിക്കും. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. VV രാജേഷ് ഒരു സൂപ്പർ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ BJP-ക്ക് ഇഷ്ടംപോലെ നേതാക്കളുണ്ട്. രാജീവ് ചന്ദ്രശേഖറുണ്ട്, മുരളീധരനുണ്ട്, മറ്റേ ഗോപകുമാരൻ, അങ്ങനെ ഒരുപാട് നേതാക്കളുണ്ടെങ്കിലും ഇന്ന് ഏറ്റവും ഇമേജുള്ള BJP നേതാവായി ഒരു കോർപ്പറേഷൻ പലയിടങ്ങളിലും നഗരസഭയൊക്കെ ഇപ്പോഴും BJP-ക്ക് ഉണ്ടെന്ന് തോന്നുന്നു. വേറെ പന്തളമൊക്കെ ആണില്ല, നഗരസഭകൾ കുറവാണ്. പാലക്കാടുണ്ട്, പഞ്ചായത്തുകളുണ്ട്. പക്ഷേ ഇത്രയധികം പേരെടുക്കാൻ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഈ രാജേഷ് മോഡൽ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇനി വരാൻ പോകുന്ന BJP-യുടെ ഒരു വളർച്ചയുടെ മൂലം. എന്തായാലും VV രാജേഷ് തിരുവനന്തപുരം രാജേഷിനോട് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയൊരു വിഷയം എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിന് നാനാഭാഗത്തുനിന്നും BJP-ക്കാരെന്നെ കാണാൻ വരും, അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്, അവരെയും കാണണ്ടേ. തിരുവനന്തപുരംകാർ മാത്രമല്ല, രാജേഷിനെ കാണാൻ വേണ്ടി വരുന്ന കോഴിക്കോടുകാരനെ മിണ്ടായിരിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും വലിയ ഒരു മുന്നേറ്റം രാജേഷ് നടത്തുന്നു. രാജേഷിനെ അതുകൊണ്ടാണ് രാജേഷിനെ തലയെടുക്കാൻ വേണ്ടിയിട്ട് CPM-മാർ ഇത്രയധികം ബഹളം. പക്ഷെ ഇതൊന്നും ഫലവത്താവില്ല. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള മിടുക്ക് രാജേഷിനുണ്ട്. നന്ദി.